കോമള അയ്യപ്പ മുരുക സോദര പന്തളത്തു വന്നുദിച്ച പതിത പാവന. എല്ലാ വർഷവും അയ്യപ്പൻ പാട്ട് ഇറക്കാറുണ്ട്. ഈ വർഷവും അയ്യപ്പൻ കോവിൽ എന്ന നാമധേയത്തിൽ ഒരു CD ഇറക്കിയിരിക്കുകയാണ്. പൊതുവെ ഇപ്പോൾ ആരും മുതിരാത്ത ഒരവസ്ഥയിലാണ് ഈ CD-യുടെ വിപണന രംഗം കടന്നു പോകുന്നത്. കാര്യം ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ CD വിപണന രംഗത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പ്രാവർത്തികമാകാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഈ കച്ചവടക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സും പാടുന്നവർക്കും എല്ലാം തന്നെ. കാരണം ഓരോ വർഷവും ഏകദേശം 30 CD വരെ അയ്യപ്പന്റെ ഇറങ്ങാറുണ്ടായിരുന്നു. നമ്മുടെ എന്റെയൊക്കെ പ്രിയങ്കരനായ ദാസേട്ടൻ തൊട്ട് എല്ലാ പാട്ടുകാരുടെയും CD ഇറക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ വർഷം എൻ്റെ അറിവില് ഞാൻ ഉൾപ്പെടെ 1, 2, 3 CD ഇറക്കുന്നുള്ളൂ. കാരണം പ്രൊഡ്യൂസേഴ്സിനെല്ലാം നഷ്ടമാണ്. ഇത് വിൽക്കാൻ ഒരു സ്ഥലത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഹൊറൈസൺ പവനെ പോലെ ഒരു ഹൊറൈസൺ ഓഡിയോസിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് എന്ന് അവരെടുക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പോകത്തില്ല. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ആരെങ്കിലും പറയുമോ നിങ്ങളുടെ CD വളരെ നന്നായിരുന്നു, കുറേ സ്ഥലത്ത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ നാച്ചുറലി പ്രൊഡ്യൂസർ വന്ന് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് ചോദിക്കും, കുറേ CD പോയല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ കള്ളക്കണക്കാണോ പറയുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അതിന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഒരു ശക്തമായ നിലപാട് ഇതിന്റെ കാര്യത്തിൽ, ഈ പൈറസിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഒരു CD ഇറക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഈ CD തന്നെ ഇറക്കുന്നു. ഇന്ന് റിലീസാണ്, നമ്മൾ എല്ലാ ദൈവങ്ങളെയും വിചാരിച്ച് റിലീസ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ എക്സ്പെൻസ് വളരെ ഹൈ ആണ്. അമേരിക്കയിൽ ഇറക്കുന്ന ഒരു CD അത് അവർക്ക് ആ ഇറക്കുന്ന ആളിന്റെയും പ്രൊഡ്യൂസറിന്റെയും മാത്രം അവകാശമാണ്. അത് വേറെ ഏത് സ്റ്റേഷനിൽ പ്ലേ ചെയ്താലും എവിടെ പ്ലേ ചെയ്താലും അതിന്റെ റവന്യൂ അവർക്കാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഈ പൈറസി, അതായത് ഇറക്കി കഴിഞ്ഞാൽ സിനിമയുടെ ആണെങ്കിലും സിനിമയുടെ ഒരു കുറച്ചൊക്കെ കൺട്രോൾഡ് ആണ്, പക്ഷെ എങ്കിലും അതും കൺട്രോൾഡ് അല്ല. അപ്പൊ അത് ഗവൺമെന്റ് നല്ല രീതിയിൽ എന്താ പറയുന്ന ഒരു ഓഫീസറെ വെച്ചിട്ട് അത് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. എന്തായാലും ഇതൊരു നല്ല ചടങ്ങാണ്. വീണ്ടും ഒരു 2014 ഒരു അയ്യപ്പനും കൂടെ റിലീസ് ചെയ്യണം, അയ്യപ്പൻ കോവിൽ എന്ന പേരിൽ. ഇതും ഇപ്പോഴത്തെ മറ്റൊരവസ്ഥ, 10 പാട്ടായിട്ട് നമ്മൾ ഒരു CD ഇറക്കി കഴിഞ്ഞാൽ ആരും വാങ്ങില്ല. അവർ ആദ്യം തിരിച്ചു നോക്കുമ്പോഴത്തേക്കും മൊത്തം 71 പാട്ട്, 80 രൂപ. ശരി, ഓക്കെ, ഇങ്ങനൊരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ 10 പാട്ട് ഇറക്കിക്കൊണ്ടിരുന്ന CD അത് നിന്നു. ഇപ്പൊ MP3 മാത്രമേ ഇറക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ വീഡിയോ CD, VCDയും DVD ഇറക്കിക്കൊണ്ടിരുന്ന അയ്യപ്പൻ പാട്ടിന് അതും നിന്നു. കാരണം അതിന്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രൊഡ്യൂസർക്ക് മുതലാവില്ല, അത്രയും പോവില്ല. സിനിമയുടെ കാര്യമാണെങ്കിലും തത്തുല്യമായിട്ട് പണ്ട് തേന്മാവൻ കൊമ്പത്ത് ഹരികൃഷ്ണൻസ്, ഫാസിൽ സാറിന്റെയും പ്രിയദർശൻ സാറിന്റെയും ജോഷി സാറിന്റെയും സിബി സാറിന്റെയും ഒക്കെ പടങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നത് അതിന്റെ ഓഡിയോ റൈറ്റ്സ് പോയിക്കൊണ്ടിരുന്നത് 45 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം വരെ പോയിക്കൊണ്ടിരുന്ന അതിന്റെ റൈറ്റ്സ് ഇന്ന് ഒരു മോഹൻലാൽ ചിത്രത്തിന് കിട്ടുന്ന 5 ലക്ഷമോ 6 ലക്ഷമോ. അത് മാറ്റിയെടുക്കാൻ ഗവൺമെന്റ് തീർച്ചയായിട്ടും സഹായിക്കണം. ഞങ്ങളെ പാട്ടുകാരെ ഇതൊരു ശൃംഖലയാണ്. പാട്ടുകാര് മാത്രമല്ല, മ്യൂസിക് ഡയറക്ടേഴ്സ്, പാട്ടുകാര്, വിതരണക്കാര്, അതുപോലെ തന്നെ എല്ലാവരും അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ദു കോമള അയ്യപ്പ മുരുക സോദര പന്തളത്തു വന്നുദിച്ച പതിത പാവന. മുക്തിദായക അയ്യപ്പ ഭുവന പാലക അമ്പട് ഇല്ലട് അരുതിനറുതിത. ഞാനിപ്പോൾ ഏകദേശം 35 പടത്തിന് സിനിമ സംഗീതം ഞാൻ ചെയ്തു. ഇപ്പോൾ ഞാൻ 5 പടത്തിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ, അതുപോലെ തന്നെ പ്രിയന്റെ ആമയും മുയലും, പിന്നീട് 8 മാർച്ച്, പിന്നീട് ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടെ ഉണ്ട്. അതിന് ചെറിയ പാട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സ്വാമിയുടെ വേഷം അഭിനയിച്ചിട്ടുള്ള എൻ്റെ സത്യാന്വേഷണ പരീക്ഷ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അതിൻ്റെ സംഗീതവും ആക്ച്വലി സംഗീതം ചെയ്യാൻ വന്നതാണ്. അപ്പം ഇങ്ങനൊരു സ്വാമിയുടെ റോള് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഒരു നല്ല രസമുള്ളൊരു സംഗീതം പഠിപ്പിക്കുന്ന ഒരു സ്വാമിയുടെ കഥാപാത്രമാണ്. അങ്ങനെ ഒരു പടം. പിന്നെ ഡയറക്ടർ അജിത്ത് ചെയ്യുന്ന ഒരു പടം.
കുറെ പടങ്ങൾക്ക് ഞാൻ സംഗീത സംവിധാനം. സന്തതം ഹൃദന്ത മന്ത്രവീണയിൽ പമ്പ പാടുമിമ്പമാർന്നൊരൻപുശീലു നീ. സന്തതം ഹൃദന്ത മന്ത്രവീണയിൽ പമ്പ പാടുമിമ്പമാർന്നൊരൻപുശീലു നീ. പാട്ട് പാടുന്നതിനാണ് സുഖം. പിന്നെ ഇതിന്റെ ഒരു അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വന്തം സൃഷ്ടി എന്ന് പറയുന്നതിന്റെ ഒരു സുഖം. വന്ദനം മരന്ത ദിവ്യ സുസ്മിതം പഞ്ചശീലു മഞ്ജു ചേർന്നൊരഞ്ജനക്കിളി. വന്ദനം മരന്ത ദിവ്യ സുസ്മിതം പഞ്ചശീലു മഞ്ജു ചേർന്നൊരഞ്ജനക്കിളി. ഉത്രസൂര്യനോ സുഗന്ധ ചന്ദ്രകാന്തമോ തങ്കയങ്കി മിന്നുമങ്ക തിങ്കളാനനം. ഉത്രസൂര്യനോ സുഗന്ധ ചന്ദ്രകാന്തമോ തങ്കയങ്കി മിന്നുമങ്ക തിങ്കളാനനം. സ്വാമിയേ വരമേഘണേ ഉള്ളുനീറുമിന്നു ശാന്തി ഹരിവരാസനം.